മഴവിൽ കളർ ചോളം റെയിൻബോ കോൺ എന്നും പറയും, ഗ്ലാസ് കോൺ എന്നും പറയും കേട്ടോ. അത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നമ്മുടെ നെയ്യാറ്റിൻകര അമരവിളയിൽ ഇതിനകത്തിപ്പോ മഞ്ഞയുണ്ട്, കറുപ്പ്, വെള്ള, ചുവപ്പുണ്ട്, ഓറഞ്ച് ഉണ്ട്. ചുവപ്പിൽ തന്നെ ഒരു മെറൂൺ കലർന്ന ചുവപ്പുണ്ട്. ഇത് നമ്മൾ ഇളക്കുന്നുണ്ട്. നോക്കി നോക്ക് എന്റെ പൊന്നെ, ഇത് കണ്ട കളർ കണ്ട, ചുവന്ന നല്ല ഡാർക്ക് ചുവപ്പ് വരുന്നുണ്ട്, ഓറഞ്ച് ബ്ലാക്ക് വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്, ചെറുതായിട്ടൊരു മഞ്ഞയുടെ അംശവും ഉണ്ട്. അതെ, അപ്പം ഇത് കണ്ട, ഇതാണ് സംഭവം. സെയിം മതി തന്നെ, ഒരു മാറ്റമില്ല. ഈ ചോളത്തിന് സാധാ ചോളത്തിനെയും കാട്ടിയും കുറച്ച് മാവിൻ്റെ അംശം കൂടുതലാണ്. നല്ല ടേസ്റ്റാണ്, പച്ചക്കാണ് കഴിക്കുന്നത്. നമ്മളെല്ലാവരും കഴിച്ചു നോക്കി ടേസ്റ്റ് എല്ലാം പറഞ്ഞു. ഇനി ഇത് എവിടെ നിന്നും കൂടി നിങ്ങൾ അറിയണ്ടേ? ഇത് വേറൊരു പ്ലാന്റ് ആണ്. ഇതില് നമുക്ക് നോക്കാം. ഇതിനകത്ത് കണ്ടോ, മഞ്ഞയും കറുപ്പും ബ്രൗണും ഒക്കെ കലർന്ന കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത ചെടിയാണ്. ആ ചെടിയിൽ നിന്ന് നമ്മൾ ചുവപ്പാണ് എടുത്തത്. പക്ഷെ ഇതിന്ന് കിട്ടുന്ന കളറ് ഇതാണ്. ഇതിന് മൊത്തത്തിൽ കണ്ട, ഇപ്പൊ ഇന്ന് വിളവെടുപ്പാണ് കേട്ടോ. വിളവെടുപ്പായോണ്ട് എല്ലാ കളറും ഉണ്ട്. ദിനം ആയതുകൊണ്ടാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനത്തിനകത്ത് വിളവെടുത്ത് അഥവാ വെറൈറ്റി സാധനം അല്ലെ, വെറൈറ്റി കോൺ മഴവിൽ ചോളം ഇവിടെ നട്ട് വളർത്തി വിളവെടുത്ത നമ്മുടെ ടീച്ചറെ നമുക്ക് പരിചയപ്പെടാം. വാ. കോഴിക്കോടുള്ള ഒരു ഇത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്നാണ് നമ്പർ മേടിച്ച് ഈ വിത്തുകൾ വരുത്തിയത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു തന്നു എങ്ങനെ നടണം എന്നുള്ളത്. എത്ര വീതിക്കും എത്ര നീളത്തിലാണോ നമുക്ക് കൃഷി ചെയ്യേണ്ടത് ആ സ്ഥലം ഒരുക്കിയെടുക്കുകയാണ്. ആ സ്ഥലത്തെ മണ്ണ് ഒരു 1/2 അടി മണ്ണ് മാറ്റിയിട്ട് അതിനടിയിലായിട്ട് ആദ്യം കുമ്മായം വിതറി കൊടുത്തു. കുമ്മായം വിതറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തോട്ട് തന്നെ നമ്മുടെ ചുള്ളിക്കമ്പ്, കരിയില, ഇങ്ങനെ വരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം അടിയിൽ അങ്ങ് ഡംപ് ചെയ്തു. കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എന്ത് തന്നെയായാലും കൂട്ടത്തോടെ ഇടാതെ വിതറി ഇട്ടു. എന്നിട്ട് ഇതിന് നമുക്ക് കിട്ടുന്നതെല്ലാം ഇതിന്റെ പുറത്തങ്ങ് വിതറി കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ മേൽമണ്ണ് ഇതിന് പുറത്തിട്ടു. എന്നിട്ട് ഇതിന് ഒരു 15 ദിവസം ഇട്ടിരുന്നു. ഇതിലോട്ട് തന്നെ ഈ മണ്ണിനടിയിൽ വളങ്ങളുണ്ടല്ലോ, ഈ മണ്ണിന് പുറത്ത് തന്നെ നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, ഈ വക ഡെയിലി വീട്ടിൽ വരുന്ന പച്ചക്കറി വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് കൊണ്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വിത്ത് നട്ടു. വിത്താണ് വെക്കേണ്ടത്. ഇത് ഓരോ സീഡാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നടുന്നത് ഒരു ചെടി ഒറ്റ കളറാണ്. ഇപ്പൊ ചുവപ്പ് വിത്താണെങ്കിൽ ആ ചെടിയിൽ ചുവന്ന കളറാണ്, അങ്ങനെ വരത്തുള്ളൂ. എന്നാൽ ഈ വിത്ത് പൊടിച്ച് ഒരു 45-50 ദിവസമാകുമ്പോൾ, ചെടിയായി കഴിഞ്ഞ് 45-50 ദിവസമാകുമ്പോൾ ആദ്യമായിട്ട് ഈ ആൺപൂ വരും, കതിര് കണക്ക് വരും. ഇങ്ങനെയല്ല, നല്ല പച്ചപ്പിൽ നല്ല ഫ്രഷ് ആയിരിക്കും. ഇത് വരുമ്പോഴത്തേക്ക് ഇതിലെല്ലാം വണ്ടുകൾ ഒത്തിരി വരും. തേനീച്ചകളും വണ്ടും എല്ലാം വരും. കുഞ്ഞു കുഞ്ഞു പ്രാണികളെല്ലാം ഇതിനകത്ത് വരും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ കോൺ ഇതിൽ രൂപപ്പെടുന്നത്. ഈ കോൺ നമുക്ക് ചില ചെടികളിൽ ഒരു കോൺ മാത്രമായിരിക്കും, ചില ചെടികൾ 2 കോൺ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഈ ആൺപൂവിനകത്ത് കുറെ വണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഇവര് തന്നെ സെൽഫ് പോളിനേഷൻ ആണ്. കാറ്റ് വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടക്കുകയാണ്. ചിലരിങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്, നമ്മൾ അത് പൂമ്പൊടി എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെക്കണം. അതിന്റെ ആവശ്യമില്ല. നാച്ചുറലായിട്ട് ഈ വണ്ടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോളിനേഷൻ നടത്തും. അപ്പോൾ ചിലപ്പോൾ ഈ അപ്പുറത്തൊക്കെ നിൽക്കുന്ന ചെടി ഒരു മഞ്ഞ കളറായിരിക്കാം, അല്ലെങ്കിൽ കറുത്ത കളറായിരിക്കാം, ഓറഞ്ച് കളറായിരിക്കാം, ഇതൊരു ചുവന്ന കളറായിരിക്കാം. അപ്പൊ അവിടെ നിന്ന് പരാഗണം ഇതിലോട്ട് വരുമ്പോൾ ഇതൊരു മിക്സഡ് കളറായിട്ട്. ഇതിപ്പോ നിലത്താണ് നട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രോ ബാഗിൽ നടാം, ചെടിച്ചട്ടിയിൽ വെക്കാം. പക്ഷെ ഇത്രയും വിളവ് ലഭിക്കണമെന്നില്ല. കാരണം ഇത് അടിവളമൊക്കെ ഒത്തിരി കൊടുത്ത് നട്ടതാണ്. എന്റെ അനുഭവത്തിൽ നിന്നും വിത്ത് പാകുന്നതാണ്, ഡയറക്റ്റ് ആയിട്ട് വിത്ത് പാകി എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ വിത്ത് പാകി തൈ ആക്കിയിട്ട് മാറ്റി നടുന്നതിനേക്കാളും നേരിട്ട് എവിടെയാണോ വളർത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ വിത്ത് പാകുന്നതാണ് ഏറ്റവും നല്ലത്. വളരും, അതിലും നമുക്ക് ഫലം കിട്ടും. ഇത്രയും കിട്ടത്തില്ലെന്നേ ഉള്ളൂ. റെയിൻബോ കോണിന്റെ വിത്ത് വേണമെന്നുള്ളൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി, കൂടെ കൊറിയർ ചാർജും കേട്ടോ. അപ്പൊ ഏതായാലും നമ്പർ ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കാം, കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ടീച്ചറെ ഒത്തിരി നന്ദിയുണ്ട്. ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഫുൾ ടൈം ആയിട്ട് കൃഷിയും കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കൂടെ ചെടികളും വാഴയും കപ്പയും പിന്നെ കോണും അങ്ങനെ എല്ലാം ആയിട്ട്. അതിന് സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ ആൾക്കാർ ചെയ്യട്ടെ.